Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഒറ്റപ്പാലം മണ്ഡലത്തെ പൂർണ്ണമായി അവഗണിച്ചു എന്ന് CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്. കേരളം വലിയ പ്രതീക്ഷ അർപ്പിച്ച ബജറ്റായിരുന്നു എന്നും എന്നാൽ പ്രതീക്ഷ തകർക്കുന്ന ബജറ്റായിരുന്നു ഇന്നലെ UDF സർക്കാർ അവതരിപ്പിച്ചത് എന്നും വ്യക്തമാക്കി ഒറ്റപ്പാലം CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അത് പ്രഖ്യാപനത്തിൽ വന്നില്ല എന്നും സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് തുക മാറ്റിയില്ല എന്നും അദ്ദേഹം ആക്ഷേപിച്ചു. നമുക്കറിയാലോ, കേരളത്തിലെ ഏതാണ്ട് 62 ലക്ഷത്തോളം വരുന്ന ആളുകൾ വാങ്ങുന്ന ക്ഷേമ പെൻഷൻ. ആ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞത് 3000 രൂപയാക്കുമെന്നാണ്. ആ 3000 രൂപ ആക്കുമെന്നുള്ള പ്രഖ്യാപനം ഇന്ന് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് അവരുണ്ടായിട്ടില്ല. മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 33 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി, ക്ഷേമ പദ്ധതി, ആ പദ്ധതിയിലേക്ക് ഒരു ഉറുപ്യ പോലും വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ ബജറ്റിൽ ഉണ്ടായതെന്നും ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി കോർപ്പറേറ്റുകൾക്ക് കടന്നുവരാനുള്ള സാഹചര്യം ഒരുക്കിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ ലൈഫ് പദ്ധതിയിലെ 1, 2, 3 ഘട്ടം കഴിഞ്ഞു നിൽക്കുന്ന നിരവധിയായ ഗുണഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന തരത്തിലാണ് ലൈഫ് പദ്ധതി ഉപേക്ഷിക്കുന്ന ഭാഗമായിട്ട് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതോടുകൂടി സ്വന്തമായിട്ടൊരു ഭവനമെന്നുള്ള നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ആ സ്വപ്നമാണ് തകർന്നടിഞ്ഞ ഒരു സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും വികസന പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി ഈ സംസ്ഥാനത്ത് കോർപ്പറേറ്റുകൾക്ക് അവർക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള, അവർക്ക് എല്ലാ മേഖലയിലും ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ്. ജില്ലയിലെ നെൽകർഷകരെയും അവഗണിച്ചു എന്നും ജില്ലയിലെ വ്യവസായ മേഖലയെയും അവഗണിച്ചു എന്നും കൃഷ്ണദാസ് ആരോപിച്ചു. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കർഷകർ. ആ കർഷകരുടെ നെല്ല് സംഭരണ വില വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ആ വർധനവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ നമ്മുടെ ജില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ വ്യവസായ കേന്ദ്രങ്ങളിൽ 2ാമത്തെ ജില്ലയാണ്. ആ 2ാമത്തെ ജില്ലയായ വ്യവസായ കേന്ദ്രത്തിൽ 2ാമത്തെ ജില്ലയായിട്ടുള്ള പാലക്കാട് ജില്ലയെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മണ്ഡലത്തിലെ ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, കോടതി സമുച്ചയം എന്നിവയ്ക്കും ബജറ്റിൽ പരിഗണന നൽകിയില്ല എന്നും കോടതി നിർമ്മാണത്തിനായി 1 കോടി രൂപ പ്രാരംഭഘട്ടങ്ങൾക്കായി നീക്കിവെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അടുത്ത കാലത്തൊന്നും അത് പൂർത്തിയാവില്ല എന്നും ഒറ്റപ്പാലം മണ്ഡലത്തെ പൂർണ്ണമായി അവഗണിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. 23 കോടി രൂപയാണ് കോടതി സമുച്ചയത്തിന് വേണ്ടിയിട്ട് നീക്കിവെച്ചിരുന്നത്. ആ സംഖ്യ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രാരംഭ നടപടികൾ എന്ന് പറഞ്ഞുകൊണ്ട് 1 കോടി നീക്കി വെച്ചിട്ടുണ്ട് എന്ന് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കോടതി സമുച്ചയം അടുത്ത കാലത്തൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ബഡ്ജറ്റിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്.